ആ പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ. അല്ല വേണ്ട ചെവി. അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. ഓ ഇത് മറ്റൊരു പാരയായത് തന്നെ. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതെ? അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോ എന്തൊക്കെയാണ് നടക്കുന്നേ? നിങ്ങൾ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അത് അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ഒരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ടിട്ട് ഓടിപ്പോരെ താഴെ വന്നു. അപ്പം നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ചേട്ടനും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നീപ്പച്ചന് മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ജഗദീഷ് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹി വാസ് വെരി ഡീസന്റ് ആൻഡ് വിസ് വെരി ജെന്യൂൻ പേഴ്സൺ ഹി വാസ്. അപ്പൊ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത്. കാരണം എന്റെ ആദ്യത്തെ ഫിലിമാണ് ഇത്. ഇങ്ങനെയൊക്കെയാണ് ഫിലിം, നമുക്ക് അങ്ങനെ തോന്നിയല്ലോ ഇതെന്താ സംഭവം അങ്ങനെ. അപ്പോഴത്തേക്കും പുള്ളി എന്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മീനു ഞാൻ ഒരു കാര്യം ചോദിക്കും, എസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ചെന്ത് പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിന്നുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യം നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. നോ അത്ര പറഞ്ഞു. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നീതി വേണം യുവർ ഓണർ. തരാം, നോക്കട്ടെ.